ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും Mcom ഫിനാൻസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സെമ്മിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന സബ്ജക്റ്റിലെ 3rd ചാപ്റ്റർ ആയ റിഗ്രഷൻ അനലൈസിസ് ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ് കേട്ടോ. മുന്നത്തെ ക്ലാസ്സിലെ കോറിലേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. 2 പാർട്ടായിട്ടാണ് നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത് തിയറി പാർട്ടും പ്രോബ്ലം പാർട്ടും. 2 വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ എല്ലാ സബ്ജക്ട്സും ക്ലാസ് ഇടുന്നത് കൊണ്ട് തന്നെ വീഡിയോസ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ സബ്ജക്ട്സിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് പ്ലേലിസ്റ്റിൽ കയറി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കാം. പ്രിഡിക്ഷൻ ഓർ എസ്റ്റിമേഷൻ ഈസ് വൺ ഓഫ് ദ മേജർ പ്രോബ്ലംസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സ്പിയേഴ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രോബ്ലം തന്നെയാണ് പ്രിഡിക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ അനലൈസിസ് is one of the very scientific techniques for making such predictions. ഇത്തരം സിറ്റുവേഷൻസിലെ പ്രഡിക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു സയന്റിഫിക് ടെക്നിക്സ് ആണ് റിഗ്രഷൻ അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി റിഗ്രഷൻ അനലൈസിസ് എന്നത് പ്രഡിക്ഷന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ന് അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് റിഗ്രഷൻ അനലൈസിസ്, അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. Regression analysis means that the estimation or prediction of the unknown value of one variable from the known value of the other variable. നമുക്കറിയാം, റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും മിനിമം 2 വേരിയബിൾ ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെയും 2 വേരിയബിൾ ഉണ്ടായിരിക്കും. അതിലെ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ചെയ്യുന്നത്? ഒരു വേരിയബിളിൻ്റെ നോൺ വാല്യൂവിൽ നിന്നും, അതായത് അറിയാവുന്ന വാല്യൂവിൽ നിന്നും മറ്റൊരു വേരിയബിളിൻ്റെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രവചിക്കുക. ഇതാണ് റിഗ്രഷൻ അനലൈസിസിൽ നമ്മൾ ചെയ്യുന്നത്. വി യൂസ് വൺ വേരിയബിൾ ടു ഫോർകാസ്റ്റ് അനദർ വേരിയബിൾ വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ദാറ്റ് ആർ റിലേറ്റഡ് ആയ 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് റിഗ്രഷൻ അനലൈസിസ്. ഇനി നമുക്കിവിടെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ബ്ലെയർ റിഗ്രഷൻ അനലൈസിസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. റിഗ്രഷൻ അനലൈസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ദ ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ദ ഡാറ്റ. ഡാറ്റയുടെ ഒറിജിനൽ യൂണിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു മാത്തമാറ്റിക്കൽ മെഷറാണ് റിഗ്രഷൻ അനലൈസിസ് എന്നാണ് ബ്ലെയർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കാം കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു 2 അതിലധികമോ വേരിയബിൾസ് ഉണ്ടാവുമെന്ന് അല്ലേ. ഈ വേരിയബിൾസിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുമാണ് പറയാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നാൽ ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഇൻഫ്ലുവൻസഡ് ഓർ ഈസ് ടു ബി പ്രെഡിക്റ്റഡ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഏത് വേരിയബിൾ ആണോ മറ്റൊന്നിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഏത് വേരിയബിൾ ആണോ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഏത് വേരിയബിളിനെയാണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ദ വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസസ് ദ വാല്യൂസ്. ഏത് വേരിയബിൾ ആണോ മറ്റു വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറ്റ് വേരിയബിൾസിൻ്റെ വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഓർ ഈസ് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അല്ലെങ്കിൽ ഏത് വേരിയബിൾ ആണോ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, മറ്റൊരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് വേരിയബിൾ ആണ് മറ്റേ വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന വേരിയബിളിനെ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന, നമ്മൾ കണ്ടെത്താൻ പോകുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. നോക്കാം. ഫോർ എക്സാമ്പിൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം, ഒരാളുടെ എക്സ്പെൻഡിച്ചർ അയാൾക്ക് ലഭിക്കുന്ന വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഏത് വേരിയബിളാണ് വരിക? എക്സ്പെൻഡിച്ചർ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻകം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ.
എക്സ്പെൻഡിച്ചർ നമ്മൾക്ക് ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, ഇൻകം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ സാലറി ആൻഡ് വർക്ക് ടൈം. ഒരു വ്യക്തിക്ക് സാലറി നമ്മൾ ആ വ്യക്തി വർക്ക് ചെയ്ത ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ വർക്ക് ടൈം എന്താ വരിക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സാലറി ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും. വർക്ക് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ടൈം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സാലറി ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് വേരിയബിൾസ് റിഗ്രഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. വേരിയബിൾസിൻ്റെ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ റിഗ്രഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, സിമ്പിൾ റിഗ്രഷൻ. ദർ ആർ ഓൺലി 2 വേരിയബിൾസ്. ദ റിഗ്രഷൻ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ് സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. 2 വേരിയബിൾ മാത്രമുള്ളൂ എങ്കിൽ, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മാത്രമുള്ളൂ എങ്കിൽ അത് സിമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ. ദർ ആർ മോർ ദാൻ 2 വേരിയബിൾസ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. 2 വേരിയബിൾസിലധികം വേരിയബിൾ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. സിമ്പിൾ റിഗ്രഷന് നമ്മൾ മുന്നേ 2 എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും സാലറി ആൻഡ് വർക്ക് ടൈമും ഒക്കെ. മൾട്ടിപ്പിൾ റിഗ്രഷന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. If there are 3 variables, yield, rainfall and temperature. 3 വേരിയബിൾ ആയിട്ട് yield-ഉം rainfall-ഉം ടെമ്പറേച്ചറും എടുത്തിട്ടുണ്ട്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? yield ആണ് അല്ലേ. കാരണം നെക്സ്റ്റ് ഇയർ നമുക്ക് ലഭിക്കുന്ന വിളവ് നമുക്ക് ഈ വർഷം ലഭിച്ച മഴയെയും ചൂടിനെയും എല്ലാം ബേസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കറക്റ്റ് ആയിട്ടല്ല, എന്നാലും ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ yield റെയിൻഫോളിനെയും ടെമ്പറേച്ചറിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ yield എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ് അല്ലേ. ഇത്തരത്തിൽ ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇവിടെ നോക്കുക, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ഒരു വേരിയബിൾ അല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല നമ്മൾ എടുത്തിട്ടുള്ളത്, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുമ്പോഴാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനലൈസിസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വിധത്തിൽ കൂടി റിഗ്രഷൻ അനലൈസിസിന്റെ മീനിങ് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ്? റിഗ്രഷൻ അനലൈസിസ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. 2 or more വേരിയബിൾസ് എന്ന് നമ്മൾ എഴുതിയതിന് പകരം, നമ്മൾ മുന്നേ പറഞ്ഞതിന് പകരം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് 1 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് വേരിയബിൾസിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇവിടെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. If the given bivariate data are plotted on a graph, the points so obtained on the scatter diagram will more or less concentrate around a curve called curve of regression. Bivariate data എന്നാൽ 2 വേരിയബിളിൻ്റെ ഡാറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലെ ബൈവേരിയറ്റ് ഡാറ്റ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫിൽ ഉണ്ടാകുന്ന പോയിന്റ്സ് എല്ലാം ഒരു സ്കാറ്റർ ഡയഗ്രാം പോലെ ഒരു കർവിന് ചുറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടോ ഏകദേശം അതിനോട് ചേർന്നോ നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ കർവ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. If the regression curve is straight line is linear regression. ആ റിഗ്രഷൻ കർവ്, നമുക്ക് ലഭിച്ച റിഗ്രഷൻ കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അതിനെയാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. In a linear regression, the change in the dependent variable proportionate to the changes in the ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനിൽ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇഫ് ദ കർവ് ഓഫ് റിഗ്രഷൻ ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ ദെൻ ദ റിഗ്രഷൻ ഈസ് ടേംഡ് ആസ് കർവ്ഡ് ഓർ നോൺ ലീനിയർ റിഗ്രഷൻ. ഇനി കർവ് ഓഫ് റിഗ്രഷൻ ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലാതെ, ഒരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ എന്താണ്? ലീനിയർ റിഗ്രഷൻ ആണല്ലേ. ഇവിടെ സ്ട്രേറ്റ് ലൈൻ അല്ലാതെ ഏകദേശം കർവിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ അല്ലാതെയോ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ കർവ്ഡ് ഓർ നോൺ ലീനിയർ റിഗ്രഷൻ എന്നാണ് പറയുക. ഇൻ ദിസ് കേസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡസ് നോട്ട് ചേഞ്ച് ബൈ എ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ലീനിയർ റിഗ്രഷനിലെ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനിലാണ് ഡാറ്റാസ് ചേഞ്ച് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനിലായിരിക്കില്ല ഡാറ്റാസ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ടേമാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഓർ റിഗ്രഷൻ ലൈൻ. നോക്കാം, വെൻ ദ ഗിവൻ ബൈവേരിയേറ്റ് ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്. നമുക്ക് തന്നിട്ടുള്ള ബൈവേരിയേറ്റ് ഡാറ്റ, അതായത് വേരിയബിൾസിൻ്റെ ഡാറ്റ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ സ്കാറ്റർ ഡയഗ്രാം. പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി കിടക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക അല്ലേ, അതാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു സ്കാറ്റർ ഡയഗ്രാം കിട്ടും. ദെൻ ദ പോയിന്റ്സ് ഓഫ് ദ സ്കാറ്റർ ഡയഗ്രാം കോൺസെൻട്രേറ്റ് അറൌണ്ട് എ സ്ട്രേറ്റ് ലൈൻ. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അങ്ങനെ നമുക്ക് ലഭിച്ച പോയിന്റ്സ് എല്ലാം ഒരു സ്ട്രേറ്റ് ലൈനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ മധ്യത്തിലൂടെ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാൻ കഴിയും. ഈ ലൈനിനെയാണ് റിഗ്രഷൻ ലൈൻ ഓർ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻസ്. രണ്ട് രീതിയിൽ നമുക്ക് റിഗ്രഷൻ ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിലൂടെയും മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിലൂടെയും. ഫസ്റ്റ് വൺ, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. എ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഈസ് എൻ ഈസി മെത്തേഡ് ഫോർ ഒബ്റ്റെയിനിങ് എ റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈൻ ലഭിക്കുന്നതിനുള്ള ഒരു ഈസി മെത്തേഡാണ് ഈ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്, ഒറിജിനൽ ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ. യൂഷ്വലി ഒറിജിനൽ ഡാറ്റ വെൻ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് ഗീവ്സ് എ വേവ് ലൈക്ക് കർവ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് തന്നിട്ടുള്ള ഡാറ്റാസ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആക്സിസിലും ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈ ആക്സിസിലും മാർക്ക് ചെയ്യും. ദെൻ വി ഡ്രോ എ സ്മൂത്ത് ഫ്രീ ഹാൻഡ് ലൈൻ. അതിനുശേഷം ഡാറ്റാസ് പ്ലോട്ട് ചെയ്തതിനനുസരിച്ച് ഡോട്ട്സ് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സ്കെയിൽ യൂസ് ചെയ്യാതെ നമ്മളെ കൈ കൊണ്ട് ഒരു ലൈൻ വരയ്ക്കും. നമുക്ക് ഒരു വേവ്, തിരമാല പോലെ ഒരു ലൈനാണ് കിട്ടുക. ആ ഒരു ഷേപ്പിലുള്ള ഒരു ലൈനാണ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ഈ റിഗ്രഷൻ ലൈൻ എന്ന് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദ ടെൻഡൻസി ഓഫ് ദ ഒറിജിനൽ ഡാറ്റ. ഇത് ഒറിജിനൽ ഡാറ്റയുടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ലൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ഡാറ്റയുടെ ടെൻഡൻസി ആയിരിക്കും. ദിസ് ലൈൻ ഈസ് ഫിറ്റഡ് മിയർലി ബൈ ഇൻസ്പെക്ഷൻ. ദർ ഈസ് നോ ഫോർമുല. ഇവിടെ ലൈൻ വരയ്ക്കുന്നത് മിയർലി ഇൻസ്പെക്ഷനിലൂടെയാണ്, അല്ലാതെ ഫോർമുലാസ് ഒന്നും ഈ ഒരു മെത്തേഡിൽ റിഗ്രഷൻ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഓർ കർവ് ഫിറ്റിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ അപ്ലൈ ചെയ്തുകൊണ്ട് റിഗ്രഷൻ ലൈൻ വരയ്ക്കുന്നതിനെയാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റിഗ്രഷൻ അനലൈസിസ് നടത്തുന്നത്. ഇവിടെ രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ ഉണ്ടാവും, വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും. ഇതിലെ വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വൈ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനായിട്ട് എക്സ് വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? വൈ ആണല്ലേ. വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വൈ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് അല്ലേ. വൈ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ വി ഗെറ്റ് ദ ലൈൻ ഓഫ് റിഗ്രഷൻ വൈ ഓൺ എക്സ്. അങ്ങനെയാണ് നമുക്ക് വൈ ഓൺ എക്സ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് എക്സ് വാല്യൂ പ്രഡിക്റ്റ് ചെയ്യണം. വൈ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ എക്സ് ഈസ് dependent variable, y is independent variable. So x depends on y, we get line of regression x on y. ഇങ്ങനെയാണ് രണ്ട് ലൈൻ ഓഫ് റിഗ്രഷൻ നമുക്ക് കിട്ടിയത്. ഏതൊക്കെയായിരുന്നു? y on xും x on yയും. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസും ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻസ് ആണ് റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. രണ്ട് ഇക്വേഷൻസ് ഇതാണ്: റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y. ഇതിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും, വൈ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്താണ് ഇക്വേഷൻ? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതിൽ ബി വൈ എക്സ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ ഇതാണ്: എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ x square minus sigma x all square. Then next regression equation ആണ് x on y.
റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. ഇതിലും നമുക്ക് എന്താണ്, നമുക്ക് എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ടായിരിക്കും, വൈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിലെ എക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ വരുന്നത് ഇതാണ്. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതിലെ ബി എക്സ് വൈ കണ്ടുപിടിക്കുന്നതിന് സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, നേരത്തെ പോലെ തന്നെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഇതിലെ ബി വൈ എക്സും ബി എക്സ് വൈയും റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് പഠിക്കാനുള്ള കുറച്ച് ടിപ്സ് കൂടി പറഞ്ഞു തരാം. ഇതിലെ തിയറി പാർട്സ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഭാഗം നമുക്ക് ലാസ്റ്റ് നോക്കാനുണ്ട്. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. പ്രോബ്ലംസ് സിമ്പിൾ മെത്തേഡിലൂടെയും എസ്റ്റിമേറ്റ് മീൻ മെത്തേഡിലൂടെയും നെക്സ്റ്റ് മീൻ മെത്തേഡിലൂടെയും എല്ലാം ചെയ്യാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. താങ്ക്